സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു കാലത്തും തീരാത്തൊരു കണ്ടന്റായിട്ട് മാറിയിരിക്കുകയാണ് രേണു സുധി. മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ എങ്കിലും ഡേ ടു ഡേ കാണാത്ത ആരും ഉണ്ടാവില്ല. അത്രയും റീച്ച് കിട്ടുന്ന ഒരു കണ്ടന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ രേണു സുധി. എന്തുകൊണ്ടാണ് ആ ഒരു സ്ത്രീയെ ഇത്രയേറെ മോശം പറയാനായിട്ട് ഈ പറയുന്ന ജനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സ് ഒക്കെ നിൽക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ചില കാര്യങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് രേണു സുധിയുടെ ഭാഗത്തും തെറ്റുള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു സ്ത്രീയുടെ ഭാഗത്ത് എല്ലാം ആ ഒരു സ്ത്രീയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ, അതായത് ഇന്നലെയും മിനിയന്നാളൊക്കെ ആയിട്ട് നമ്മുടെ അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബറിനെ ഈ പറയുന്ന രേണു സുധിയുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പറഞ്ഞ ഒരു കേസ് ഒക്കെ, ഈ പറയുന്ന രേണു സുധി ഒരു കേസ് കൊടുത്തിട്ട് ഈ പറയുന്ന അതുൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ പോലീസ് സ്റ്റേഷനൊക്കെ കയറേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് അതുൽ എന്ന് പറയുന്ന ആ ഒരു വ്ളോഗറിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള തെറ്റുകളില്ല എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ വിട്ടഴക്കിയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിനെ ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം മറ്റൊന്നാണ്. നമ്മുടെ ബിഗ് ബോസിന്റെ ഒക്കെ വീഡിയോ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് യൂട്യൂബിൽ. പുള്ളിക്കാരത്തി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചൊക്കെയാണ്, ഇതിനെ നമ്മുടെ രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യല്ലേ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് കേസൊക്കെ വരുന്നുണ്ടെന്ന്. ഓൾറെഡി രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു 2-3 വീഡിയോസ് റീസെന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രേണു സുധി എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം മറ്റൊന്നുമല്ല, പുള്ളിക്കാരത്തി തനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു, കുട്ടികളെ വളർത്തണം, വീട് നോക്കണം, മുന്നോട്ട് പോകണം. അതിനൊക്കെ വേണ്ടിയിട്ട് അഭിനയമെങ്കിൽ അഭിനയം, റീൽസ് എങ്കിൽ റീൽസ്, പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്നു. പിന്നീട് ജനങ്ങൾ പറയുന്ന പോലെ രേണു സുധി എക്സ്പോസ് ആയിട്ട് അഭിനയിക്കുന്നു. അതുപോലെ തന്നെ സുധിച്ചേട്ടന്റെ മക്കളെ അപമാനിക്കുന്ന രീതിയിലൊക്കെയാണ് ഒരമ്മ എന്നുള്ള രീതിയിൽ രേണു സുധി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അതിന്റെയൊക്കെ വാലുമ കയറി പിടിച്ചു പോകാനായിട്ട് സാധിക്കില്ല. പറയുന്നവർ പറയും. യൂട്യൂബേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം രേണു സുധിയെ ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് അല്ലെങ്കിലും ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഓരോ യൂട്യൂബേഴ്സ് ചെയ്യുന്നത്. കാരണം രേണു സുധി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം റീൽസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്ന് ആണ് ഈ പറയുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അതെടുത്ത് കണ്ടന്റ് ആക്കും. തനിക്ക് പറയാനുള്ള തൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതിനെ ബന്ധപ്പെട്ട് പറയും. പിന്നെ ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അറിയിച്ച് ചെയ്തിട്ട് പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെതിരെ കേസായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. രേണു സുധിക്ക് അഭിനയിക്കാം, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാം, തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. മാന്യത വിട്ട ആ ഒരു സ്ത്രീ ഇതുവരെയും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിമിലായിക്കോട്ടെ, റീൽസിലായിക്കോട്ടെ, അഭിനയം എന്ന് പറയുന്നത് ആ ഒരു കണ്ടന്റിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് തന്നെ അഭിനയിച്ച് തീർക്കണം. ഇതിപ്പോൾ കുറച്ച് എക്സ്പോസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് ഫീൽ ഗുഡ് ആണെങ്കിൽ അങ്ങനെ, ഇപ്പൊ എന്ത് എക്സ്പ്രഷൻ ആണോ ആ ഒരു സീനിന് ആവശ്യമുള്ളത് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ അഭിനയിക്കണം. അതിനകത്ത് രേണു സുധിയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രേണു സുധി എക്സ്പോസ് ആയിട്ട് അഭിനയിക്കുന്നു, മക്കൾക്ക് ചീത്ത പേരുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. എക്സ്പോസ്ഡ് ആയിട്ട് അഭിനയിക്കുന്ന എത്ര നായികമാരും നമ്മുടെ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സിനിമകളിലും എല്ലാ സീരിയലുകളിലും അത്തരത്തിലുള്ള പല രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഒരു സ്ത്രീയെ മാത്രമായിട്ട് ഈ പറയുന്ന പോലെ ആക്രമിക്കേണ്ട കാര്യവും നമുക്കില്ല. പിന്നെ സുധിച്ചേട്ടന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പാടില്ല, അങ്ങനെ അഭിനയിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. പുള്ളിക്കാരത്തിക്ക് ജീവിക്കാനുള്ള കാശൊന്നും നമ്മളാരും കൊണ്ടേ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മക്കളെ നോക്കാനും വീട് മുന്നോട്ട് കൊണ്ടുപോകാനും പുള്ളിക്കാരത്തിക്ക് പറ്റിയ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്തല്ലേ പറ്റൂ. അപ്പൊ അവരവരുടെ വഴിക്ക് വിട്ടേക്കുക. പിന്നെ ഈ പറയുന്ന അതുൽ വ്ളോഗ്സിനെ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ കേസിൽ അതിനകത്ത് അതുൽ ചേട്ടന്റെ ഭാഗത്തായിരുന്നു ശരിയും കാര്യങ്ങളും. കാരണം രേണു സുധി പറയുന്നത് പോലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അതുൽ ചേട്ടൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഈ പറയുന്ന മോശമായിട്ട് രേണു സുധിയെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളൊന്നും അതുൽ ചേട്ടൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കേസ് കൊടുത്തപ്പോൾ അതുൽ ചേട്ടൻ ഇട്ടു എന്ന് പറയുന്ന പല വീഡിയോസും അതുൽ ചേട്ടൻ്റെതായിരുന്നില്ല, മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ പോലീസുകാർ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഈ പറയുന്ന അതുൽ വ്ളോഗ്സിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് മനസ്സിലായി അദ്ദേഹത്തെ വിട്ടഴക്കായിരുന്നു.
അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. രേണുസുതിയെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് പൊക്കും, ഭയങ്കര കേസ് വരും, പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പൊ രേണുസുതിയെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നവർക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് അങ്ങനെ ആരും വന്ന് പറഞ്ഞൊന്നുമില്ല. കാരണം നമ്മൾ രേണുസുതിയെ ബന്ധപ്പെട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നീട് ബിഗ് ബോസിലേക്കൊക്കെ വരുന്നു പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കണ്ടന്റുകളൊക്കെ രേണുസുതിയെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയും മിനിയന്നാളൊക്കെ ആയിട്ട് അതുൽ ചേട്ടനെതിരെ വരുന്ന വീഡിയോസും പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന വീഡിയോസും രേണുസുതിക്കെതിരെ വരുന്ന വീഡിയോസും അങ്ങനെ ഒരുപാട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എൻ്റെ ഒരു സുഹൃത്തായിട്ടൊരു ചേച്ചി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം ഈ ഒരു കേസിൽ പറയണമെന്ന് തോന്നി. എനിക്ക് നേരിട്ട് ഇതിനകത്ത് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. പല വീഡിയോസും കണ്ടതിൽ നിന്ന് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണിത്. രേണുസുതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ നമുക്ക് അപമാനിക്കാനായിട്ട് യാതൊരു അവകാശവും ഇല്ല. ചീത്ത പറയാനാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുന്ന വ്യക്തിയായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള കാശ് അഴിച്ചു കൊടുത്തിട്ട് അവർ ചീത്ത പറയുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി നമുക്ക് ഒരു ന്യായം പറയാനുണ്ട്. അല്ലാത്തവരൊക്കെ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഓരോരുത്തർക്ക് ജീവിക്കാനായിട്ട് അവരവരുടെ ജോലിയുമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ കണ്ടന്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിനെ റിയാക്ഷൻ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തുകൊണ്ട് വലിയ ആളുകൾ ചമയാനായിട്ടൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേണുസുതി ഇതിലേക്ക് ഇറങ്ങി വന്നതും. അത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കേസ് പല ഇന്റർവ്യൂകളിലും രേണുസുതി പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് യൂട്യൂബേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു സ്ത്രീയുടെ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് മക്കളെയൊക്കെ കൂട്ടിയണക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള മോശം കമന്റുകളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ തീർച്ചയായിട്ടും രേണുസുതിക്ക് പ്രതികരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്